ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സത്യഭാമയോട് അർജുൻ പറയാണ്, ഇനി വൈകിക്കാൻ പാടില്ല, ഇനി വൈകിക്കും തോറും നമ്മുടെ വിഷ്ണുവിൻ്റെ കാര്യം എന്താവുമെന്ന് പറയാൻ കഴിയില്ല സത്യാമ്മ. അതുകൊണ്ട് തന്നെ സത്യാമ്മ ഇനി ശാലിനിയുടെ കാൽ പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയെങ്കിലും സത്യഭാമ ഈ പറയുന്ന ശാലിനിയെ കൊണ്ട് വിഷ്ണുവിനെ ഈ ഒരു ജാമ്യ പേപ്പറിൽ ഒപ്പിടാൻ അനുവദിക്കണമെന്നുള്ള ആ ഒരു ഇത് സത്യാമ്മയോട് പറയാനിട്ട. പക്ഷേ അർജുന് മുന്നിൽ തലകുണിക്കാൻ സത്യാമ്മക്ക് കഴിയില്ല. അങ്ങനെ അഹങ്കാര ഭാവം കൊണ്ട് ഇങ്ങനെ നിൽക്കണം. ഇതേ സമയം കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം സത്യഭാമ നേരെ ശാരദാമ്മയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ആ സമയം ശാരദാമ്മയാണെങ്കിലും ഇങ്ങനെ ഫോണിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരുപക്ഷെ രാജി അങ്ങനെ ആരെങ്കിലൊക്കെ ആയിരിക്കും. അങ്ങനെ ശാരദാമ്മ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പറയുന്നുണ്ട്, സത്യാമ്മ വരുന്നത് കണ്ടിട്ടില്ല. അങ്ങനെ ശാരദാമ്മ പറയാണ്, എൻ്റെ മോൾ ഇവിടെ ഇല്ല, അവള് ഊണും ഉറക്കവും ഒന്നുമില്ലാതെ തല പൊട്ടിയിട്ട് അതുപോലും നോക്കാതെ എൻ്റെ മോള് വിഷ്ണുവിനെ ഇറക്കാനുള്ള ആ ഒരു തത്രപ്പാടിലാണ്. അവൾ ഇവിടെ ഇല്ല, അവൾക്ക് രാപ്പകലില്ലാത്ത ഓട്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോഴാണ് സത്യാമ്മ അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. അപ്പോൾ അല്ല, അവളുടെ അമ്മായിമ്മയുടെ കാര്യം എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരുടെ കാര്യം ഒന്നും അറിയില്ല എന്നിങ്ങനെ പറയട്ടോ. സത്യഭാമയുടെ കാര്യം ആർക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തൻ്റെ ഫോൺ കട്ട് ചെയ്ത് താൻ മുഖത്തോട്ട് നോക്കുന്നത് സത്യഭാമയുടെ മുഖത്തോട്ടായിരിക്കട്ടോ. അത് കാണുന്ന ശാരദാമ്മ ഒന്ന് ഞെട്ടുന്നുണ്ട്. എങ്കിലും കൂടി അത് വില വെക്കാതെ ആ സത്യഭാമയോ വരൂ സത്യാമ്മ എന്ന് പറയുമ്പോൾ തന്നെ ആ വിളിക്കുന്ന ആ ക്ഷണമുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ സത്യഭാമ തന്നെ അലിഞ്ഞു പോവാണ് കേട്ടോ. അങ്ങനെ ഉരുകി പോവാണ്. കാരണം അവരുടെ മുന്നിൽ ഇത്രയും വൃത്തികെട്ട രീതിയിൽ താൻ അവരോട് പെരുമാറിയിട്ടും അവരുടെ ആ നിഷ്കളങ്ക മനസ്സ് കണ്ടിട്ട് സത്യഭാമക്ക് തന്നെ തന്നോട് വെറുപ്പ് തോന്നുന്നുണ്ട്. തൻ്റെ അഹങ്കാര ഭാവം കൊണ്ട് താൻ എന്തെല്ലാം കാട്ടിക്കുട്ടി എന്നുള്ള ആ ചിന്ത ആ പഴയ കാലത്തിലോട്ട് സത്യഭാമ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ശാരദാമ്മ പറയാം, എന്താ സത്യാമ്മയെ വന്ന കാലിൽ തന്നെ നിൽക്കുന്നത്, ഈ വീട്ടിൽ അതിഥിയായി വരുന്നവരോട് ആരോടും തന്നെ നടുമുറ്റത്ത് വെച്ച് സംസാരിക്കില്ല. ഞങ്ങൾ മുറ്റത്ത് വെച്ച് സംസാരിക്കുന്ന ആ പരിപാടിയില്ല. സത്യാമ്മ അകത്തോട്ട് കയറി വാ, ഞാൻ വന്നത് ശാലിനിയെ കാണാനാണ്. അയ്യോ സത്യാമ്മ, മോളിവിടെ ഇല്ല, മോള് വിഷ്ണുവിനെ ഇറക്കാനുള്ള നെട്ടോട്ടമാണ്. അവനെതിരെ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ എന്നറിയാൻ അവൾ രാപ്പകലില്ലാതെ ഓടുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സത്യാമ്മ, ഈശ്വര, ഞാൻ മാത്രമാണല്ലോ അവളുടെ മനസ്സറിയാതെ പോയത്, ഞാൻ എന്തൊരു പാപിയാണ് എന്നിങ്ങനെ സത്യാമ്മ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശാരദാമ്മ പറയണേ, എന്താ സത്യാമ്മ ചിന്തിക്കുന്നത്, സത്യാമ്മ അകത്തോട്ട് കയറി വാ, അകത്ത് വാ, മോളിപ്പോൾ 10 മിനിറ്റിനുള്ളിൽ വരും, ശാലിനി കുറച്ച് കഴിയുമ്പോഴത്തേന് എത്തും, സത്യാമ്മ അകത്ത് കയറി വാ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ സത്യഭാമയെ വിളിച്ചു കൊണ്ടുപോവുകയാണ് കേട്ടോ. ഇതേ സമയം സത്യഭാമ വിളിക്കുമ്പോൾ ഒരു മടിയൊക്കെ ഉണ്ട്. അപ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട്, ഞങ്ങളെങ്ങനെയാണ് എല്ലാവരെയും വന്ന പാടെ അത് ശത്രുവായാലും മിത്രമായാലും അകത്തോട്ട് സ്വീകരിക്കണ ഒരു സ്വഭാവമാണ് എന്നൊക്കെയാണ് ശാരദാമ്മ പറയുമ്പോൾ അവിടെ ആ പഴയ ആ ഒരു കാലം ഇങ്ങനെ സത്യഭാമയുടെ മുന്നിലോട്ട് ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ. അതായത് ശാലിനിയും ശാരദാമ്മയും വന്ന് ഗോപാലിനൊക്കെ മുറ്റത്ത് നിർത്തി സംസാരിച്ചത് അകത്തോട്ട് പോലും കയറാതെ താൻ ഒരു ചക്രവർത്തിയെ പോലെ കസേരയിട്ട് അവരുടെ മുന്നിൽ കാലുമക്കാലം കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു നീതി നടപ്പ് ന്യായം നടപ്പാക്കുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ സത്യഭാമ ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ സത്യഭാമക്ക് തന്നെ തൻ്റെ മുഖത്തോട്ട് കാർക്കിച്ച് തുപ്പാനുള്ള അത്രയും അറപ്പ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ശാരദാമ്മ ചോദിക്കുക, സത്യാമ്മയെ കുടിക്കാൻ എന്താ വേണ്ടത്, സംഭാര വേണ്ടത്, ചായ കോഫിയോ എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ സത്യാമ്മ നിറകണ്ണുകളോട് കൂടി ഇങ്ങനെ ശാരദാമ്മയെ നോക്കണിട്ട്, എന്താ സത്യാമ്മയെ നോക്കുന്നത്, എന്താ വേണ്ടതെന്ന് പറയുമ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്ന് പറയണ്ട. അപ്പോഴേക്കും ശാന്ത, നീ ഒരു ഗ്ലാസ് സംഭാരം എടുത്തേ എന്നിങ്ങനെ സത്യഭാമയുടെ മുന്നിൽ വെച്ച് ശാരദാമ്മ പറയാണ്. അപ്പോൾ ശാലിനി എപ്പോൾ വരും, അവൾ വരാറായിട്ടുണ്ട്, ഇവിടെ എത്താറായി എന്ന് പറഞ്ഞ് അവൾ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ശാലിനി വളരെ നിരാശയോടുകൂടി കയറി വരുന്ന ശാലിനിയെ കാണുമ്പോൾ സത്യഭാമ ഒന്ന് നോക്കണം കേട്ടോ. ഇതേ സമയം സത്യഭാമയെ കണ്ട് ശാലിനി ആകെ അമ്പരന്ന് പോവാണ്. സത്യാമ്മയോ എന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ ശാലിനിയുടെ മുന്നിൽ ഇങ്ങനെ കണ്ണ് നിറച്ച് നിൽക്കണിട്ട്, എന്തിനാ സത്യാമ്മ ഇങ്ങനെ കരയുന്നത്, എൻ്റെ മോളെ നീ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നുള്ള ആ വാക്കാണ് കേട്ടോ. എൻ്റെ മോളെ എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്നൊക്കെ തന്നോട് ആദ്യമായി സത്യഭാമ പറയുന്നത് കേൾക്കുമ്പോൾ ശാലിനി തന്നെ എന്താണ് ഇവിടെ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ കണ്ണും മിഴിച്ചിങ്ങനെ നോക്കി നിൽക്കുകയാണ് ശാരദാമ്മ കേട്ടോ. അപ്പോൾ സത്യാമ്മ പറയണേ, ഞാൻ നിന്നോട് കെഞ്ചിയാണ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ സാരി തുമ്പ് എടുത്തിട്ട് ഞാൻ നിന്നോട് ഭിക്ഷ യാചിക്കുന്ന പോലെ യാചിക്കുകയാണ്, എൻ്റെ മകനെ നീ എനിക്ക് തിരികെ തരണം, അവനില്ലാതെ എനിക്ക് കഴിയില്ല, അവനെന്ന് വെച്ചാലാണ് എൻ്റെ ജീവിതം, അവന് വേണ്ടി ഞാൻ പല ക്രൂരതകളും ചെയ്തു, ഞാൻ അവൻ്റെ സന്തോഷം എന്തെന്ന് അറിയാൻ ശ്രമിച്ചില്ല, അതുകൊണ്ട് ഈ പാപിയായ അമ്മയുടെ തെറ്റുകൾ പൊറുക്കില്ല എൻ്റെ മോള്, അതുകൊണ്ട് എൻ്റെ ശാലിനി നീ എൻ്റെ മകനെ രക്ഷിച്ച് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സത്യാമ്മക്ക് ഇപ്പം എന്താവശ്യമാണ് ഞാൻ നിറവേറ്റി തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി, വിഷ്ണു ഇപ്പോൾ
ജാമ്യ പേപ്പറിൽ ഒപ്പിടുന്നില്ല. അർജുൻ വിഷ്ണുവിനെ കാണാൻ ചെന്നിരുന്നു. ആ സമയം വിഷ്ണു പറഞ്ഞത് ഇനി ഒരു ജീവിതമില്ല, ഇനി എല്ലാ ജീവിതവും ഈ ജയിലറക്കുള്ളിലാണെന്നുള്ളതൊക്കെയാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഒപ്പിട്ടെങ്കിലല്ലേ വിഷ്ണുവിന് എന്തെങ്കിലും എതിരെയായി അർജുനെ നീക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശാലിനി പറയണേ, വിഷ്ണുവായിട്ട് ഒപ്പിട്ട് തരുമല്ലോ? ഇല്ല മോളെ, ഒപ്പിട്ട് തരില്ല എന്നാണ് പറഞ്ഞത്. തീർച്ചയായും സത്യമേ, ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനെ പുറത്ത് കൊണ്ടുവന്നിരിക്കും. അതെൻ്റെയും കൂടി ആവശ്യമാണ്. എൻ്റെ വിഷ്ണുവേട്ടനെ ഒരിക്കലും ജയിലറക്കുള്ളിൽ തളക്കാൻ ഞാൻ അനുവദിക്കില്ല. അത് ഈ ശാലിനി വിഷ്ണു IAS ഉള്ളിടത്തോളം അതിന് സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നിൻ്റെ മനസ്സിൻ്റെ വലിപ്പം കാണാതെ പോയല്ലോ എന്നുള്ള ആ ഭാവത്തിൽ സത്യഭാമ മനസ്സുകൊണ്ട് പറയാനേട്ടോ. ഇതേ സമയം കരഞ്ഞ മനസ്സുമായ സത്യഭാമ ശാലിനിയുടെ മുന്നിൽ കാൽ പിടിച്ച് കരയുന്നത് പോലെ അത്രയും പൊട്ടിക്കരഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി പോവാണ് കേട്ടോ. പിന്നീടാണെങ്കിലോ ശാലിനി നേരെ പോകുന്നത് വിഷ്ണുവിൻ്റെ അരികിലോട്ടാണ്. വിഷ്ണുവേട്ടാ എന്ന് പറയുമ്പോൾ, താൻ എന്തിനാടോ അടിക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ കാണാൻ വരുന്നത്? നിന്നെ കാണുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ ഉരുകി പോകുന്നു. നിന്നോട് ചെയ്ത തെറ്റിന് എങ്ങനെയാണ് ക്ഷമ പറയേണ്ടതെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുമ്പോൾ, വിഷ്ണുവേട്ട എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? വിഷ്ണുവേട്ട മാത്രമല്ലല്ലോ തെറ്റ് ചെയ്തിട്ടുള്ളത്, ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ പേരെടുത്തും തെറ്റുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ വിട്ടേക്ക്. ഇനി മുന്നോട്ട് എന്ത്? എനിക്ക് ജയിൽവാസം. അതാണ് എൻ്റെ അമ്മയുടെ വാശിക്കും ദേഷ്യത്തിനും നിന്ന് കൊടുക്കാനും മകൻ്റെ ജീവിതം ബലിയേടാക്കാനും അമ്മയ്ക്ക് ഒരു പാവയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരട് വലിക്കാനും ഇനി എന്നെക്കൊണ്ട് കഴിയില്ല എന്നൊക്കെ എങ്ങനെ പറയുമ്പോൾ, വിഷ്ണുവേട്ടനെ മാത്രം ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ് ഞാൻ. വിഷ്ണുവേട്ടന് മാത്രം തന്ന ഓർമ്മകളിലൂടെ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ചൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എൻ്റെ വിഷ്ണുവേട്ടൻ ജീവിതത്തിലോട്ട് തിരികെ വരണം. എൻ്റെ വിഷ്ണുവേട്ടൻ പുറത്ത് നടക്കണം. ഈ ശാലിനിക്ക് കൂട്ടും. ഈ നെഞ്ചിലൊരു തല ചായ്ക്കാൻ ശാലിനിക്കൊപ്പം വിഷ്ണുവേട്ടൻ വേണം. അതുകൊണ്ട് വിഷ്ണുവേട്ടനെ ഒപ്പിട്. ജാമ്യം കിട്ടുമോ ഇല്ലേ എന്നുള്ള പിന്നത്തെ കാര്യം. ആദ്യം ജാമ്യത്തിന് വേണ്ടി വിഷ്ണുവേട്ടൻ ഒപ്പിട്. ആ വാശിയും ദേഷ്യവും ഒക്കെ മാറ്റി വിഷ്ണുവേട്ടൻ പഴയ വിഷ്ണുവേട്ടനാവ്. എങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ എന്ന് പറയട്ടോ. തനിക്ക് എങ്ങനെ ഇതിന് കഴിയണിടോ എന്ന് പറഞ്ഞിട്ട് സെല്ലിനുള്ളിലൂടെ ശാലിനിയുടെ മുഖത്തിങ്ങനെ കൈവച്ചിട്ട് വിഷ്ണു ഇങ്ങനെ കരയാണ് കേട്ടോ. എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്ന ഈ പാപിയായ ഞാൻ അമ്മയുടെ വാക്കുകൾ കേട്ട് നിൻ്റെ സങ്കടം എന്തെന്നോ സന്തോഷം എന്തെന്നോ അറിയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും വരുമെന്ന് കരുതി പലതും ഞാൻ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷാനി പറയാണ്, വിഷ്ണുവേട്ട അതൊക്കെ കഴിഞ്ഞു. ഇനി എനിക്ക് എൻ്റെ വിഷ്ണുവേട്ടനെ വേണം, എനിക്കും വേണം. അതുപോലെ തന്നെ വിഷ്ണുവേട്ടനെ ഒരുമിച്ച് ജീവിക്കണ്ടേ? അതിനു വേണ്ടി ഈ ഒരു ഉരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. പിന്നീട് പിറ്റേ ദിവസം രാവിലത്തെ ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ശാലിനി ഇങ്ങനെ പോവുകയാണ്. ഈശ്വര, എൻ്റെ വിഷ്ണുവേട്ടനെ ഇറക്കാൻ എന്താണ്? ആ ഫോറൻസിക് റിപ്പോർട്ടും കിട്ടുന്നില്ല, എന്താണ് ഇനി വഴി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് കേട്ടോ ആ പോലീസുകാരൻ വിജിനോ അങ്ങനെ എന്തോ പേരുണ്ടല്ലോ, അയാൾ വിളിക്കുന്നത് ശാലിനിക്ക്. എന്നിട്ട് പറയണേ, അതേ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അത് കേട്ട ഉടൻ തന്നെ എത്ര പ്രായമുള്ള ആളാണ്? അതൊരു 10-22 വയസ്സ് തന്നെയെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന ശാലിനി ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഈശ്വര, അപ്പോൾ കാർത്തികയുടെ അതേ പ്രായമോ എന്നുള്ള ആ ചിന്താഗതിയോടുകൂടി ശാലിനി നിൽക്കുമ്പോൾ ഉടൻ തന്നെ അനുപല്ലവി ചോദിക്കുക, എന്താ മേഡം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ഇവിടെയും ഈശ്വരൻ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ. ആ പെൺകുട്ടി 22 വയസ്സായ പെൺകുട്ടിയാണത്രേ. അത് കാർത്തികയാണോ എന്നും പറയാൻ കഴിയില്ല, കാർത്തികയല്ലേ എന്നും പറയാൻ കഴിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നറിയാതെ ഞാൻ ആകെ പെട്ടുപോയല്ലോ എന്നിങ്ങനെ പറയട്ടെ. അപ്പം എന്തായാലും ഇനി കാർത്തികയുടെ റോളെത്തി. കാർത്തിക മരിച്ചിട്ടില്ല എന്നുള്ള സത്യം പുറത്തോട്ട് വരുന്ന ആ ഒരു സീനിലോട്ടാണ് കേട്ടോ ഇനി കഥ പോകുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.